Watch full episodes on Jio Hotstar. വഴിന്ന് മാറി നിൽക്ക്, വഴിന്ന് മാറി നിൽക്ക്, മാറല്ലേ പറഞ്ഞത്. അയ്യോ, വഴിന്ന് മാറി നിൽക്ക്, വഴിന്ന് മാറി നിൽക്ക്. ഓ, അങ്ങനെ അവസാനം ഷോപ്പിംഗ് കഴിഞ്ഞു. ഈ സൈറന്റെ ഒച്ച ഇവിടെ നടത്താനുള്ള കേൾക്കുന്നേ. അപ്പൊ ലഡ്ഡു സിംഗ് സാർ ഇവിടെ എവിടെയെങ്കിലും കാണുമല്ലേ? ഇതെന്താ ഈ ലഡ്ഡു സിംഗ് സാറിന് എന്താ പറ്റിയേ? യുഡി, നമുക്ക് ലഡ്ഡു സിംഗ് സാറിനെ ഫോളോ ചെയ്യാം. സംതിങ് ഈസ് നോട്ട് റൈറ്റ്. ലഡ്ഡു സിംഗ് സാർ, എന്തിനാണ് ഇത്ര വേഗതയിൽ വണ്ടി ഓടിച്ചു പോകുന്നത്? ശിവ, ഈ ലഡ്ഡു സിംഗിന്റെ മൂക്കിന്റെ താഴെ ഒരു കള്ള വന്ന് മോഷ്ടിക്കാൻ ശ്രമിച്ചിട്ടേ ഓടാൻ ശ്രമിക്കുക. ഞാൻ അവനെ വിടില്ല കേട്ടോ. ശിവ, ഈ ലഡ്ഡു സിംഗിന്റെ മൂക്കിന്റെ താഴെ ഒരു കള്ള വന്ന് മോഷ്ടിക്കാൻ ശ്രമിച്ചിട്ടേ ഓടാൻ ശ്രമിക്കുക. ശിവ, ഞാനാ ബാഗിൽ നിന്ന് മോഷ്ടിച്ചത്, അതുകൊണ്ട് ഞാനാ കടന്നു കളയ. അങ്ങനെ ഇതുപോലെ മാവിലൊരു കല്ലെറിഞ്ഞ 2 മാങ്ങ വീഴ്ത്തിയതുപോലെ ചെയ്യും. പണമെല്ലാം എനിക്കും, കുറ്റമെല്ലാം പോലീസുകാർക്കായിരിക്കും വരുന്നത്. എന്റെ ബുദ്ധി അപാരം തന്നെ. ഓ, അല്ല, ഇതെന്താ പറ്റിയത്? ഓ, അല്ല, ഇതെന്താ പറ്റിയത്? ലഡ്ഡു സിംഗ് സാറേ, ലഡ്ഡു സിംഗ് സാറേ, നിങ്ങക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ? ഇതെന്താ ഇങ്ങനെ സംഭവിച്ചേ? കള്ളനെ പിടിക്കാനുള്ള വേഗതയിൽ വണ്ടി ഓടിച്ചത് കൊണ്ട് വണ്ടി തലമറിഞ്ഞോ വീണു അല്ലേ? ആരെങ്കിലും ഒന്ന് ആംബുലൻസിനെ വിളിക്കേ, വേഗം ആവട്ടെ. എന്താ ഇത്രയും വലുത്? അല്ലല്ല, ഇത്രയും വലിയ ബാഗായിരുന്നു. ക്യാഷും ഉണ്ട് അതില്. ലഡ്ഡു സിംഗ് സാർ, ആക്സിഡന്റിന് മുമ്പ് നിങ്ങൾ കള്ളനെ പിടിച്ചിരുന്നോ? പറയൂ. എന്ത് കള്ളനോ? ബാങ്കിൽ നിന്ന് പണം ഞാനാ മോഷ്ടിച്ചേ, അതുകൊണ്ട് ഞാൻ ചാടി പോവാൻ നോക്കിയിരുന്നു. എന്താ? എന്ത്? ബാങ്കിൽ നിന്ന് നിങ്ങളാണോ പണം മോഷ്ടിച്ചത്? ലഡ്ഡു സിംഗ് ഇങ്ങനെ ചെയ്യുന്നു വിചാരിച്ചില്ല. പോലീസുകാരൊക്കെ ഇങ്ങനെ മോഷ്ടിക്കാൻ തുടങ്ങിയാലോ? ഇതെന്തോ ഒരു ബാം പോലെയുണ്ട്, അല്ലെങ്കിൽ ഏതോ ഒരു ജെല്ല് പോലെയുണ്ട്. ഇതിന്റെ മണവും വ്യത്യാസമാണല്ലോ. എല്ലാവരും മാറി നിൽക്കൂ, ഞാനൊരു ഡോക്ടറാണ്. എല്ലാവരും മാറൂ. ബൈ ദ വേ, ഞാൻ ഡോക്ടർ മാരിൻ. ഓക്കേ. എത്രയും പെട്ടെന്ന് ഇയാളെ എന്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. ആംബുലൻസിന് വെയിറ്റ് ചെയ്യണ്ട, എന്റെ അടുത്ത് കാറുണ്ട്. ലഡ്ഡു സിംഗിന്റെ ജീപ്പിൽ നിന്ന് ക്യാഷ് കിട്ടിയിരിക്കുന്നു. മോഷണം പോയ ക്യാഷിൽ നിന്നും ഈ കാണുന്നത് 3ാമത്തെ ഭാഗമാണ്. ബാക്കിയുള്ള പണങ്ങൾ എവിടെ പോയി? ആരാണ് ലഡ്ഡു സിംഗിന്റെ ഒപ്പം ജോലി ചെയ്യുന്നത്? കാരണം എല്ലാ CCTV ക്യാമറകളും സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരുന്നു. ഇതിന്റെയൊക്കെ ഉത്തരങ്ങൾ ഇപ്പോഴും ഒരു മിസ്റ്ററി തന്നെയാണ്. എനിക്ക് ഒട്ടും വിശ്വാസമില്ല മോനെ. പക്ഷേ ലഡ്ഡു സിംഗ് നിങ്ങളുടെ മുമ്പിലല്ലേ സത്യം പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യുന്നറിയോ? സോറി ശിവ, ഞാൻ ആ പുള്ളിയെ അറസ്റ്റ് ചെയ്തിരിക്കും. അതൊരിക്കലും സാധ്യമാകുകയില്ല. കാരണം ലഡ്ഡു സിംഗിന് കുറച്ച് ദിവസം കൂടി ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. മനസ്സിലായോ? അതും അണ്ടർ ഒബ്സർവേഷനിൽ. ഞങ്ങൾക്ക് ലഡ്ഡു സിംഗ് സാറിനെ കാണാൻ പറ്റുമോ? ഇപ്പൊ പുള്ളി നല്ല ഉറക്കത്തിലാണ്. നാളെ വന്ന് നിങ്ങൾ എല്ലാവരും കണ്ടുകൊള്ളൂ. ഗായ്സ്, ലഡ്ഡു സിംഗ് സാർ സ്വയം എന്നോട് പറഞ്ഞതാണ് കള്ളന്റെ പുറകെയാണ് പോകുന്നതെന്ന്. ഞാനത് വിശ്വസിക്കുന്നു. പക്ഷേ ശിവ, പുള്ളി ആരുടെ പുറകെയാണ് പോയത്? അത് ഞാനും കണ്ടില്ല, നീയും കണ്ടില്ല. നിങ്ങൾക്ക് നല്ല ക്ഷീണം കാണും. ഡോക്ടർ നിങ്ങൾ എല്ലാവരെയും ജ്യൂസ് കുടിക്കാൻ പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടിയാണോ? എനിക്ക് ദാഹിച്ചിട്ട് വയ്യ. എന്റെ അമ്മ തലവേദനിക്കുന്നു ശിവ, എനിക്ക് വയ്യ. ജ്യൂസ് കുടിച്ചു കഴിഞ്ഞപ്പോഴാണല്ലോ യുഡിക്ക് തലവേദന തുടങ്ങിയത്. ഈ ബാം തേച്ചാൽ തലവേദനയ്ക്ക് പൊക്കോളും. മോനെ, ഈ ബാം തേച്ചോളൂ.
ഈ മണം നേരത്തെ എവിടെയോ എനിക്ക് പരിചയമുള്ളതുപോലെ. കൂട്ടുകാരെ, എനിക്കെന്തോ തലവേദനിക്കുന്ന പോലെ. ഞാൻ വീട്ടിൽ പോയി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, നാളെ കാണാം. ശിവ, നാളെ യുഡിയെ കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരണം കേട്ടോ. തീർച്ചയായും ബേഡാറാം സാർ. അല്ല യുഡി, ഞങ്ങൾ വരുന്നതിന് മുമ്പ് നീ ഇവിടെ എത്തിയോ? ശിവയെ ലഡു സിംഗ് സാറിനോടൊപ്പം മോഷണത്തിൽ പങ്കുണ്ട്. യുഡി, നീ ഇവിടെയോ? നീ എന്നോട് ആശുപത്രി പോണെന്നല്ലേ പറഞ്ഞത്? യൂടി നല്ലൊരു മിടുക്ക കൂട്ടിയാ. സത്യം പറയാനായിട്ട് യൂടി ധൈര്യം കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഈ സംഭവത്തിൽ കൂടിയുള്ള ആളുടെ പേരും പറഞ്ഞ് എനിക്ക് മനസ്സിലായല്ലോ. അത് വേറെ ആരുമല്ല, ഈ ശിവയാണ്. എന്ത്? ഇതെങ്ങനെയാ സംഭവിക്കാ? ഇവൻ ലഡു സിംഗിന്റെ ഒപ്പം വണ്ടിയിലുണ്ടായിരുന്നു. വണ്ടി മറിഞ്ഞപ്പോഴേ യൂടി അവരെ വെച്ച് അവിടെ കണ്ടു. യൂടിയോട് തൊട പറയണ ഇവനെ പറഞ്ഞേ. യൂടിയുടെ ഒപ്പം ശിവ ഉണ്ടായിരുന്നു. അപ്പൊ ശിവയെ പിടിക്കില്ലല്ലോ. അതാ ശിവ, നിനക്കെതിൽ പറയലുണ്ട്. ശിവ, പേടാറാം സാറിനോട് പറയേ ഇത് സത്യമല്ലാന്ന്. ശിവ പറയൂ. ശിവ, യൂഡിയുടെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ശിവയെ എനിക്ക് അറസ്റ്റ് ചെയ്ത് പറ്റൂ. എന്നിട്ട് ഞാൻ അവനെ മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊണ്ടുപോയി നിർത്താം. യുഡി, നമ്മുടെ കൂട്ടുകാരൻ ശിവനെയാണ് ഇവര് അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നിന്റെ ഓർമ്മശക്തിക്ക് എന്താ പറ്റിയ? ഇത് സത്യമല്ലെന്നറിയാം, എന്നിട്ട് നീ എന്താണ് ഇങ്ങനെ? യുഡി, ഡോണ്ട് വറി. എനിക്കറിയാം ഇതൊക്കെ ആരാ ചെയ്യുന്നതെന്ന്. അയാൾക്കെതിരായിട്ടുള്ള എല്ലാ തെളിവും എന്റെ കയ്യിലുണ്ട്. പെട്ടെന്ന് തന്നെ അയാളെ ജയിലിലാകും, നോക്കിക്കോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരിക്കലും നീ ഈ ബാം യൂസ് ചെയ്യില്ലേ. വെൽക്കം മൈ ബോയ്. നിന്റെ മെസ്സേജ് യുഡിയുടെ മെമ്പർ പവർ വഴി എനിക്ക് മനസ്സിലായി. വേഗം പറ, നിന്റെ കയ്യിലുള്ള തെളിവെന്താണെന്ന്. പ്ലാൻ സക്സസ്ഫുൾ ആയി. എനിക്കറിയാമായിരുന്നു എന്റെ മെസ്സേജ് കേട്ട് നീ എന്റെ അടുത്തേക്ക് തനിയെ വരുമെന്ന്. തെളിവ് നിങ്ങൾ തന്നെയാണ് ഡോക്ടർ മാഡിങ്. നീ സ്മാർട്ട് തന്നെ. പക്ഷേ നിന്റെ ഈ സ്മാർട്ട്നെസ് എന്റെ ഇൻവെൻഷന് മുന്നിൽ വരാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കുകയില്ല. എന്റെ ഇൻവെൻഷൻ മുഖേന ഞാൻ ആളുകളുടെ മെമ്മറീസ് കൺട്രോൾ ചെയ്തിരിക്കും. പിന്നെ ഞാൻ എന്ത് വിചാരിച്ചാലും സാധിച്ചെടുത്തിരിക്കും. ഓഹോ, അപ്പൊ ലഡു സിംഗ് സാറിന്റെ അടുത്ത് യുഡിയുടെ അടുത്ത് പരീക്ഷണം നടത്തുമായിരുന്നല്ലേ? അല്ല, എന്റെ അടുത്ത് ആരേറ്റുമുട്ടാൻ വന്നാലും അവന്റെ പൊടി പോലും പിന്നെ കാണില്ല. എന്റെ പരീക്ഷണം മുഴുവനാക്കാൻ എനിക്ക് പണം ആവശ്യമാണ്. ബാങ്കിൽ നിന്ന് ഞാൻ പണമെടുത്ത് കൊണ്ടുപോകുന്നത് ലഡു സിംഗ് കണ്ടിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ മാഗ്നറ്റ് ഡ്രോൺ ബാം കൊണ്ട് അവൻ്റെ മെമ്മറി പവർ കൺട്രോൾ ചെയ്ത് അവനെ തന്നെ ബാങ്ക് കൊള്ളയടിക്കുന്ന കള്ളനാക്കി മാറ്റി. ഞാനിവിടുന്ന് പോവുകയാണ്. ഈ പ്ലെയിനിൽ വേറെ പാരാഷൂട്ടൊന്നുമില്ല. ബൈ കുട്ടി.
താൻ എന്തു പണിയാടോ ഈ കാണിച്ചേ? ഞങ്ങളെയൊക്കെ പറ്റിച്ചിട്ട് പോകാന്ന് കരുതിയല്ലേ? യു ആർ അണ്ടർ അറസ്റ്റ്. ഐഡിയ. നമ്മൾ എന്തുകൊണ്ട് സ്കൂൾ ടീച്ചറിന്റെ മെമ്മറി ഇയാളുടെ തലയിലോട്ട് ഇട്ടാ മതിയല്ലോ. അപ്പോ എപ്പോഴും ടെസ്റ്റ് ചെയ്യാനായിട്ട് മറക്കും. Watch India's largest kids library only on Jio Hotstar. Download the app now.